ഇത് കുറെ കൂടി തെരച്ചിലിന് വേഗത കൈവരിക്കും. കാരണം ബെയിലി പാലം ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. അങ്ങോട്ടുള്ള കണക്ടിവിറ്റി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾക്കും ഒക്കെ തന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു കാര്യമുണ്ടാകും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുണ്ടക്കൈ മേഖലയിലാണ് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടത്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം തന്നെ തെരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ പറയുന്ന സ്ഥലത്ത് തിരയുമ്പോൾ കാര്യമായിട്ടുള്ള മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ട്. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിന് കാരണമായി പറയുന്നത് ഈ വെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ അത് പലരെയും താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തിരയുമ്പോൾ കാര്യമായി ഒന്നും തന്നെ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സൈന്യവും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും മറ്റ് വിവിധ ആളുകളും ഒക്കെ തന്നെ ഈ ഒരു ക്രമീകരണം നടത്തി പോകുന്നുണ്ട്. ബെയിലി പാലം ഇപ്പോൾ സജ്ജമാണ്. അവിടെ ഇതിനപ്പുറത്താണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശം. ഉരുൾപൊട്ടി ആദ്യം എത്തിയത് മുണ്ടക്കൈയിലേക്കും അതിനുശേഷം ഇങ്ങോട്ട് ഇതായി നിൽക്കുന്ന ചൂരൽമല പ്രദേശത്തേക്കുമാണ്. എന്തായാലും ഈ ദുരന്തത്തിൽ വിക്ടിംസ് ആയിട്ടുള്ളവരെ തിരഞ്ഞ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇന്നും തുടരും. കൂടുതൽ വാഹനങ്ങൾക്കും മറ്റ് ഒക്കെ ഇങ്ങോട്ട് പോകാനുള്ള അവസരവും ഉണ്ടാകും. അവിടെ എത്തി തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. അതിനു മുകളിലും ഈ ഇത്തരത്തിൽ അതായത് മുണ്ടക്കൈക്ക് തൊട്ടു മുകളിലുള്ള ഭാഗത്തും ഏകദേശം ഒരു 70-ഓളം വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. അവിടെയും തെരച്ചിൽ നടത്തണം. പക്ഷേ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പലരും തൊട്ടടുത്തുള്ള റിസോർട്ടുകളിലേക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ അവിടെയുള്ള തെരച്ചിൽ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളും എങ്ങനെയെന്ന് കണ്ടറിയണം. പക്ഷേ ഇത് ഒരു ചെറിയ ഏരിയ അല്ല, വലിയ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തെരച്ചിൽ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ പോകുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള തെരച്ചിലിൽ ഒരു മൃതദേഹമാണ് ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. പക്ഷേ പലരും ഇന്ന സ്ഥലത്ത് ഇത്ര ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ മഴയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും രാവിലെ കാണുന്നില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആർത്തലച്ചു പെയ്ത മഴ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഈ ദൗത്യത്തിന് ഒരു പ്രതിസന്ധി തീർത്തിരുന്നു. കനത്ത മഴ കഴിഞ്ഞ വൈകിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഒരു 3-3:15 അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഇന്ന് പോകുമോ എന്നറിയില്ല. എന്തായാലും രാവിലെ അത്തരത്തിൽ മഴയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ സുഗമമായി തന്നെ കുറെ കൂടി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും.